നിങ്ങൾ സ്പോക്കൺ ഇംഗ്ലീഷ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് അല്ല പഠിച്ചത്, അത്രേ ഉള്ളൂ. നിങ്ങൾ ഇംഗ്ലീഷ് അല്ല പഠിച്ചത് സ്കൂളിൽ. അപ്പോൾ നിങ്ങൾ പറയും ഞാൻ ഇംഗ്ലീഷ് പഠിച്ചില്ലേന്ന്. നിങ്ങൾ പഠിച്ചത് എഴുത്ത് ഇംഗ്ലീഷാണ്, റിട്ടൺ ഇംഗ്ലീഷ് എന്ന് പറയും. ഇപ്പോൾ റിട്ടൺ ഇംഗ്ലീഷ് രണ്ട് ഇംഗ്ലീഷ് ആണെന്ന് ചോദിച്ചാൽ രണ്ട് ഇംഗ്ലീഷാണ്. അപ്പോൾ ഈ പറയുന്ന പ്രശ്നങ്ങളല്ല, ഈ ചമ്മല്, പേടി, ഇതെല്ലാം നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഇൻപുട്ട് കിട്ടാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്നത്. ഈ ബുദ്ധിമുട്ട് വരുമ്പോഴാണ് നമുക്ക് എന്ത്, ഈ കാർ ഓടിക്കുമ്പോൾ കാറ് തെറ്റിപ്പോകുന്ന പേടി വരാത്തത്, പിടികിട്ടുന്നുണ്ടോ? അപ്പൊ ശരിക്കും അതല്ല അതിന്റെ പ്രോബ്ലം. നിങ്ങൾക്ക് നമ്മളെ ഈ റിട്ടൺ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സംഭവമാണ് നിങ്ങൾ സ്കൂളിൽ ഇത്രയും വർഷം പഠിച്ചത്. ഓക്കെ, അത് എങ്ങനെ നമുക്ക് അത് മനസ്സിലാക്കാം? റിട്ടൺ ഇംഗ്ലീഷ് ആണ് പഠിച്ചത്. റിട്ടൺ ഇംഗ്ലീഷ് നിങ്ങൾ സ്കൂളിൽ പഠിച്ചത്. റിട്ടൺ ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. എക്സാമിൽ നിങ്ങൾ എന്താണ് ചെയ്തത്? എക്സാമിൽ നിങ്ങൾ എഴുതുവാണ് ചെയ്തത്, റൈറ്റ് ആണ് ചെയ്തത്. നിങ്ങൾ എല്ലാ ലെസൺസ് പഠിക്കുമ്പോൾ അതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതി പഠിക്കും, എസ്സേ പഠിക്കും, ലെറ്റർ റൈറ്റിംഗ് പഠിക്കും, സ്പെല്ലിംഗ് പഠിക്കും, ഡിക്റ്റേഷൻ പഠിക്കും. ഇതെല്ലാം എന്താണ് ആക്ച്വലി? ഇതെല്ലാം നമ്മൾ ഇംഗ്ലീഷിനെ എഴുതാനുള്ള പരിശീലനമാണ് തന്നിട്ടുള്ളത്.